അത് ശരി. ചെറുപ്പക്കാരൊക്കെ പെൺപിള്ളേരെ പൊക്കാൻ നോക്കുക. നിങ്ങളെ പോലുള്ള കിളവന്മാരെ പൊക്കിട്ട് എന്ത് കിട്ടാനാ? ആരവര്? എൻ്റെ മോൻ്റെ ആൾക്കാരാ. അച്ഛനമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഈ കാലത്ത് ഇത്രയും സ്നേഹമുള്ള മോനോ? സ്വത്തൊക്കെ നിങ്ങളുടെ പേരിലായിരിക്കും അല്ലേ? അതെ, എൻ്റെ പേര് ദക്ഷിണാമൂർത്തി. എൻ്റെ കുഞ്ഞുനാളിൽ നിങ്ങൾ ഫ്ലാഷ് ബാക്ക് പറയാൻ പോകണോ? പറയ്. എൻ്റെ കുഞ്ഞുനാളിലെ അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനായിരുന്നു എല്ലാം. ശരി. എൻ്റെ 20 വയസ്സുവരെ ഞാൻ ചെയ്യാത്ത കുരുത്തക്കേടുകളില്ല. അതൊരു കാലം. അവളുടെ കൂടെ ഞാൻ ജീവിച്ച നാളുകൾ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഫ്ലാഷ് ബാക്ക് ശോകമാണെന്നാണ് വിചാരിച്ചത്. ഇത് ഹാപ്പിയാണല്ലോ. അങ്ങനെ പറയരുത്. ആർക്കായാലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ദുഃഖം ഉണ്ടാകാതിരിക്കില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എൻ്റെ മകനാണ്. ഇപ്പം നിനക്ക് സ്ഥലം തരാൻ പറ്റുമോ ഇല്ലയോ? അക്ക, ആ സ്ഥലം എന്തിനാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. സ്മാർട്ട് സിറ്റി അതിനടുത്തല്ലേ വരാൻ പോകുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന വില കിട്ടും എൻ്റെ സ്ഥലത്ത്. നിനക്ക് എത്ര പണം വേണം? പണം എനിക്ക് ആവശ്യമില്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം. പക്ഷേ ഇതുവരെ ഒന്നും സാധിച്ചില്ല. അടുത്ത ഇലക്ഷനിൽ അക്കയുടെ പാർട്ടി സ്ഥാനാർത്ഥിയായി എനിക്കൊരു സീറ്റ് തന്നാൽ ഞാൻ MLA ആവും. ആ ഒരു മനസ്സ് കാണിച്ചാൽ മതി. അക്ക പറയുമ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യാം. ഒരു നയ പൈസയും വേണ്ട. സ്ഥലം എപ്പോഴാ കാണുന്നേ? എത്ര ഏക്കറ? 25 ഏക്കറുണ്ടക്ക. വന്നാട്ടെ. ആ ആശ്രമം ഒരു സ്ഥലമല്ലടാ, അമ്പലമാ. ഇന്നും എൻ്റെ ലക്ഷ്മി അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളെല്ലാം അവൾക്ക് ജീവനായിരുന്നു. ആ ആശ്രമം നിനക്കൊരിക്കലും ഞാൻ എഴുതി തരില്ല. അതിന്റെ വാല്യൂ അറിയാതെ അച്ഛൻ സംസാരിക്കുന്നത്. MLA ആവണമെന്നുള്ളത് എൻ്റെ 15 വർഷത്തെ ആഗ്രഹമാണ്. അതെന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? അച്ഛാ, മര്യാദയ്ക്ക് അതെനിക്ക് എഴുതി തന്നേക്ക്. ഇല്ലെങ്കിൽ ഇപ്പൊ ആ ആശ്രമം വിൽക്കാൻ വേണ്ടിയാ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കൈ കിട്ടിയില്ലെങ്കിൽ ആ ആശ്രമം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയുള്ള പിള്ളേരും സേഫ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ വന്നേക്ക്. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്തിനാ നിനക്കൊരു ഭാരമാവുന്നത്? അല്ല, അത്രയ്ക്ക് വെയിറ്റ് ഉണ്ടോ നിങ്ങൾക്ക്? എന്താ ഇത്? വരാം. സന്തോഷമായില്ലേ? 80150. സാറേ, എന്തിനാ സാറേ ടെൻഷൻ അടിക്കുന്നേ? ഇന്നാടാ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞത്. സാറ് ഒരാഴ്ച കൂടി സമയം ചോദിക്കും, നമുക്ക് കണ്ടുപിടിക്കാം. കയ്യിലുള്ളത് കളഞ്ഞു വിളിച്ചിട്ട് ഇപ്പൊ കണ്ടുപിടിക്കാവുന്നോ? കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കഥ കഴിഞ്ഞു. സാറിന്റെ മോളില് ഉണ്ട് സാർ. സാർ, അക്ക വരുന്നുണ്ട്. ഫോൺ ചെയ്താ എടുക്കാൻ പറ്റില്ലല്ലേ? എല്ലാം അച്ഛൻ്റെ പേരിലാണ് ഉള്ളത്. അച്ഛൻ ഒപ്പിട്ടാലേ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇതാണോ നിന്റെ അച്ഛൻ? ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കേരളത്തിലുള്ള എല്ലാ ലാൻഡ് ബ്രോക്കേഴ്സിനും അയച്ചു കൊടുക്ക്. മെയിലായിട്ടോ കൊറിയറായിട്ടോ. നാളെ അത് അവരുടെ കയ്യിൽ എത്തിയിരിക്കണം. ലോഡ്ജ്, വീട്, അമ്പലം, ഒരു സ്ഥലവും ബാക്കി വെക്കാതെ കളവനെ അന്വേഷിക്കുക. ഈ ആഴ്ച തന്നെ രജിസ്ട്രേഷൻ നമുക്ക് നടത്തണം.
എടാ ആ കിളവനെ ആരോ വെട്ടാമെന്നു നീ രക്ഷപ്പെടുത്തി എന്നുള്ളതൊക്കെ ശരി തന്നെ. എന്നിട്ട് അയാളെ മുറി കൊണ്ട് താമസിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? ചാൾസേ, വിശന്നലയുന്ന സമയത്ത് ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം തന്നിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം പോലെ ഞാൻ കാണുന്നു. പാവാടാ വയസ്സൻ 10-25 വർഷമായിട്ട് എത്രയോ അനാഥ പിള്ളേരെ ദത്തെടുത്ത് ആശ്രമത്തിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുക. അയാളുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പ് കിട്ടിയാൽ മാത്രം മതി. എല്ലാ കുട്ടികളും അനാഥരായിട്ട് വീണ്ടും റോട്ടിൽ വരും. അയാൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആ കുട്ടികൾക്ക് എന്നും നല്ലത്. ആ സാറേ പറഞ്ഞോ. ആ ഷൂട്ടിംഗ് സ്പോട്ടിന് അടുത്താ ഉള്ളത്. ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ വന്നേക്കാം. ശരി സാർ. ചേട്ടാ ഒരു ചായതാ. നമ്മുടെ സ്റ്റോറിയിൽ ഒരു കിഡ്നാപ്പ് സീൻ ഇല്ലേ, ഇതിന്ന് അടിച്ചു മാറ്റി എഴുതി ചേർക്ക്. നമുക്ക് വെറൈറ്റി ആയിട്ട് എടുക്കാം. മുത്തശ്ശ, കാപ്പി കുടിക്കുന്ന ശീലമുണ്ടോ? അല്ല, ഞങ്ങൾക്കുണ്ട്. മുത്തശ്ശ, വെള്ളമടിക്കുന്ന ശീലമുണ്ടോ നിങ്ങക്ക്? അതൊക്കെ ഞാൻ നിർത്തിയിട്ട് 10-15 വർഷമായി. ഭഗവാനെ. എങ്കിൽ ഇന്ന് അടിച്ചിട്ട് തന്നെ. നിക്കേ, എവിടെ പോയിട്ട് വരുവാ? പുറത്തേക്ക് ഇറങ്ങിയതാ. പുറത്തേക്ക് ഇറങ്ങിയതാ. ഒച്ചത്തി പറഞ്ഞ പേടിക്കുന്നു വിചാരിച്ചോ? ദാ, ഈ തുണി കൊണ്ടേ വിരിച്ചിട്ട് 4 നേരം വെട്ടി വിഴുങ്ങാനറിയാം. എന്തേട്ടാ? മുകുന്ദനെ വിളിച്ചപ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. ആ ചാർജ് പോയതാ. അല്ല, നാളെ ഷൂട്ടിംഗ് ഉണ്ടോ? ഇല്ല. എന്തേട്ടാ? നമ്മുടെ അക്കയുടെ പാർട്ടി മീറ്റിംഗ് ആണ് നാളെ. അതിന് സെക്യൂരിറ്റി ആയിട്ട് 100 പേരെ ചോദിച്ചിട്ടുണ്ടേ. നിങ്ങളൊരു 10 പേര് പോരെ? ഏട്ടാ, ഈ വില്ലന്റെ പുറകെ ഗുണ്ടകളായിട്ട് നിൽക്കുന്നതൊക്കെ ജീവിക്കാൻ വേണ്ടിയാ. ഈ രാഷ്ട്രീയക്കാരായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. എടാ, നല്ല കാശ് കിട്ടും. വെട്ടുകത്തി എടുത്ത് കൊട്ടേഷൻ ഇറങ്ങിയ 5 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് സമ്പാദിക്കാം. കാശുണ്ടാക്കാനാണ് സിനിമയിൽ ചേർന്നത്. ഇതൊക്കെ ഞങ്ങളുടെ സ്വപ്നം ഏട്ടാ. എല്ലാ സിനിമ പോസ്റ്റിലും ഞങ്ങളുടെ മുഖം ഉണ്ടാവണം. ഞങ്ങളുടെ ഫൈറ്റ് കണ്ടോണ്ട് കൈയടിക്കണം, വിസിലടിക്കണം, ഡാൻസ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഒരു വലിയ നടനാവണമെന്ന ആഗ്രഹം ഞങ്ങൾക്ക്. അത് മനസ്സിലാക്കട്ടെ. ഏട്ടൻ ഞങ്ങളെ കൊട്ടേഷനായിട്ട് കാണരുത്. ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുതേ. ഓ, ഇവൻ നന്നാവാൻ പോണില്ല. അതേണ്ട് മുത്തശ്ശ, സൂപ്പറാ. പറടാ. എന്റെ ലവ് ഒരു കാലിൽ മൈലാഞ്ചിട്ട് ബസ് കാത്ത് നിൽക്കായിരുന്നു. ബസ് വന്നപ്പോൾ അവള് കയറിപ്പോയി. അവളുടെ തലയിൽ വെച്ചിരുന്ന പൂ താഴെ വീണു. ആ മുല്ലപ്പൂ കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു കവിത വന്നു. നിന്റെ മൈലാഞ്ചി കാൽ തൊട്ട മണ്ണിൽ മുല്ലപ്പൂ പൂത്തല്ലോടി എന്നായിരുന്നു ആ കവിത. ആ കവിതയും കൊണ്ട് ഞാൻ അടുത്ത ദിവസം കാത്തിരുന്നു. അവൾ വന്നില്ല. അടുത്ത ദിവസം പോയി, അപ്പോഴും വന്നില്ല. ഇതുവരെ അവൾ വന്നില്ല മുത്തച്ഛ. അവള് കല്യാണം കഴിച്ച് പോയാലും സാരമില്ല. എന്റെ കവിതയൊന്നും അവളെ കാണിച്ചില്ലെങ്കിൽ എന്റെ മനസ്സിലെ വിഷമം തീരൂല. മരമണ്ട, നല്ലൊരു കവിത വേസ്റ്റ് ആക്കിയില്ലേ? ഞാനായിരുന്നെങ്കിൽ ആ കവിത കൊണ്ട് 5 പെണ്ണുങ്ങളെ ലൈനിലാക്കിയേനെ, 5 എണ്ണത്തിന്. ദക്ഷിണേ, ചെറുപ്പത്തില് ഞാൻ ലൈൻ അടിച്ച പെണ്ണുങ്ങളുടെ എത്രയാണെന്ന് പോലും എനിക്കറിയില്ല. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചോണ്ടിരുന്നപ്പോ എനിക്ക് ഒരു മദാമ്മയുമായിട്ട് ബന്ധമുണ്ടായി. എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ എന്റെ ഫസ്റ്റ് ലവ് മേരി മാർഗരറ്റ് in 1942. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഷൺമുഖത്തിനോട് ചോദിക്കണ്ട. ദക്ഷിണേ, താഴോട്ട് പോയിക്ക്, ഞാൻ വന്നേക്കാം. ചെല്ലടാ. ശരി. അയ്യേ, 11 മണി വരെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ എങ്ങനെ ഡയറക്ടർ ആകാൻ പറ്റും? എന്തൊരു ജീവിതമായത്. ചേട്ടാ, മോനെ, ദക്ഷിണയെ ചേട്ടൻ ടോർച്ചർ ചെയ്യാറുണ്ടോ? അത്യാവശ്യം ചെയ്യാറുണ്ട്. പിന്നല്ലാതെ വൃത്തസ്ഥാനത്ത് ജീവിക്കേണ്ടവരെ ഇവിടെ താമസിപ്പിച്ചാ ഞാനെങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് കഥ എഴുതുന്നത്? എന്നെ പോലുള്ള ക്രിയേറ്റേഴ്സിന് തനിച്ചിരുന്നാലാ ബുദ്ധി പ്രവർത്തിക്കുക. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ പ്രവർത്തിക്കുക. എന്താ പറഞ്ഞേ? എന്താ? എനിക്ക് കഥ എഴുതണ്ടേ, പടം ഡയറക്ട് ചെയ്യണ്ടേ, കല്യാണം കഴിക്കണ്ടേ, കുടുംബത്തോടെ ജീവിതം നയിക്കണ്ടേ? നോക്ക, കിളവനെ വേഗം സ്ഥലം മാറ്റിക്കോ. എന്റെ കൂടെ നിർത്തി ഞാൻ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യും. വെരി ഗുഡ്. ഇങ്ങനെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. റോട്ടിൽ കിടന്ന് ഒരുത്തനെ വിളിച്ചുകൊണ്ടൊന്ന് ചോറ് എടുക്കാൻ ഞാനെന്താ മണ്ടനാ? ആ കിഴവന് 300 കോടി രൂപയുടെ സ്വത്തുണ്ട്. 300 കോടിയോ? ഒരു പ്രൊഡ്യൂസർ ആണല്ലോ നഷ്ടമായത്. അതുകൊണ്ടാണ് എന്റെ ലൈഫ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവാൻ ഞാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടോർച്ചർ ചെയ്തോളൂ, അപ്പോഴേ എന്റെ ലൈഫ് സെറ്റിൽ ആവും.
ഇടയ്ക്ക് കയറി സെന്റിമെന്റൽ ഡയലോഗ് അടിച്ച് ഷെയർ വാങ്ങിക്കാൻ ശ്രമിച്ച ഇനി ഇവൻ ടോർച്ചർ ചെയ്യില്ല. എന്റെ ഷെയർ ആർക്കാ വേണ്ടത്? 300 കോടിയും അടിച്ചു മാറ്റും ഞാൻ. ഞാനും ജയസൂര്യൻ കൂടിയാ. നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ? ശരി ശരി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ മോശം, പിന്നെ വിളിക്കാം. അവള് തുപ്പിയത് നിന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരടാ, അതിന് പോലെ നിന്നെ ആരും നോക്കുന്നില്ലല്ലോ. ഡാ, ഇതൊക്കെ നാണക്കേടല്ലേടാ. എന്താ മുത്തശ്ശ ചെയ്യാ? പെണ്ണിന്റെ കൂടെ എപ്പോഴും എസ്കോട്ട് അമ്മയല്ലേ. പെണ്ണ് സൈറ്റ് അടിച്ച അമ്മയ്ക്കാ ദേഷ്യം. സ്വതന്ത്രമായിട്ടൊരു സൈറ്റ് പോലും അടിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഒരു ട്രിക്ക് ഉണ്ടടാ മടഹ. ട്രിക്കോ? ഡാ, ഇത് അങ്ങോട്ട് നോക്ക്. എന്തായാലും ഇന്ന് നേരത്തെ രണ്ടുപേരും ഇങ്ങോട്ട് നടന്നു വരുന്നില്ലേ? ആ പെണ്ണ് സൂപ്പറാ. എടാ, പെണ്ണിനെ നോക്കാതാടാ, അവളുടെ അമ്മയെ നോക്ക്. അയ്യേ, കണ്ണു തുറന്ന് നോക്കടാ, സൂക്ഷിച്ചങ്ങോട്ട് നോക്ക്. ഇന്നെന്താ പരിപാടി? നീ പറഞ്ഞോളൂ. മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങട്ടെ നമുക്ക്. മുത്തശ്ശ അമ്മ ലൈനിൽ വീണെന്നാ തോന്നുന്നത്. ഇനി നോട്ടം ഒന്ന് മാറ്റി പിടിച്ചു നോക്ക്. ഇവന് നല്ല ഡിഫറെന്റ് ലുക്ക് ഉണ്ടല്ലോ. ചിലപ്പോ വല്ല പോപ്പ് സിംഗറും ആയിരിക്കും. മുത്തശ്ശ, ഇത് വെറും ABCD മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൽ നീ ഡിഗ്രി എടുക്കണം. എന്താ ദക്ഷിണേ, ക്ലാസ് എടുക്കുക? അല്ല, ഇവൻ ആരെങ്കിലും ലൈൻ അടിച്ചോ അതോ ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങുകയാണോ? എന്നെ വിട് ദക്ഷിണേ, നമുക്ക് ആ പരിപാടി ശരിയാവില്ല. വെറും ലുക്ക് മാത്രമേ ഉള്ളൂ. ഒരു 100 ആണുങ്ങളെ അടിക്കാൻ പറഞ്ഞേ, അടിച്ച് ഓടിച്ചോളെ എല്ലാത്തിനെയും. പക്ഷേ ഈ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോഴേ ഒരു ഒരു ഷിവറിങ്, അതാ ഈ ലുക്ക് മാത്രം ആക്കിയത്. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഏ കുട്ടി, നിന്നെ തന്നെയാ. ദക്ഷിണേ, ഏ കുട്ടി, എന്താ എന്താ ഇവനെ തന്നെ നോക്കുന്നത്? ഇവനെ നോക്കിയില്ലെന്ന് മാത്രം നീ കള്ളത്തരം പറയരുത്. നീ ഇവനെ സൈറ്റ് അടിച്ചിട്ട് പിന്നെ അവന്മാര് നിന്റെ പറയെ നടക്കും. അവസാനം അച്ഛൻ സമ്മതിച്ചില്ല, അമ്മ തൂങ്ങിച്ചാവും, അതുകൊണ്ട് ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വേറെ എവനെങ്കിലും വന്ന് കല്യാണം കഴിച്ചോണ്ട് പോകും. ഈ പയ്യന്മാരാണെങ്കിൽ ജീവിതകാലം മുഴുവനും ഇങ്ങനെ അരഞ്ഞു തിരിഞ്ഞ് നടക്കും. അതാണ് തലയിലെഴുത്ത്. അതല്ലേ നിന്റെ ഉദ്ദേശം? സത്യം പറ, ഇവനെ നീ ലൈൻ അടിച്ചോ ഇല്ലയോ? നീ മിണ്ടരുത്. ഇല്ല, ഞാൻ നോക്കിയില്ല. വെറുതെ എന്നോട് കള്ളം പറഞ്ഞ് എന്നെ ടെൻഷനാക്കരുത്. നീ ഇവനെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ കണ്ടു. അതിനിപ്പോ ചോദിക്കാനെന്താ? ആ, ഇവള് നോക്കി. എന്താടി ഒച്ചയെടുക്കുന്നത്? അത് അവള് തന്നെ പറയട്ടെ. നോക്കിയെന്ന് പറയടി, പറ. ഞാൻ നോക്കി. അങ്ങനെ വഴിക്ക് വാ. കണ്ടില്ലേ, അവള് നിന്നെ നോക്കിയിരുന്നു. സൂക്ഷിച്ചോ നീ. വാ മോനെ. എന്താ ദക്ഷിണ ഇങ്ങനെ കാണിച്ചത്? നിനക്കറിഞ്ഞൂടാ, എന്തായിരുന്നാലും ഒന്നും ഒളിച്ചു വെക്കരുത്. മുമ്പിൽ ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? മറ്റുള്ളവരെ കുറിച്ച് നീ എന്തിനാ അന്വേഷിക്കുന്നത്? നീ ശ്രമിച്ചാലേ അവള് വഴിക്ക് വരൂ, അറിയോ? ചുമ്മാ ദക്ഷിണേ, നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. ഞാനും വരുന്നു. ഓ, ഞാൻ വരാം. പോ പോ. ചെല്ല്, ഇപ്പൊ കിട്ടും. ഫീലിംഗ് വെരി സോറി. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. മുത്തശ്ശൻ ചെയ്ത് തെറ്റ് തന്നെ. വെറുതെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? പ്രായമുള്ള ആളല്ലേ, ഐ ആം സോറി ടു. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? എന്റെ കഥയിലെ ഒരു പ്രധാന സീൻ ഒരു മുത്തശ്ശനെ ടോർച്ചർ ചെയ്യുന്നതാ. പ്രായമായവരെ കണ്ടമാനം വഴക്ക് പറഞ്ഞ അവരുടെ മുഖത്ത് എന്തൊക്കെയാ എക്സ്പ്രഷൻസ് വരുന്നെന്ന് മനസ്സിലാക്കാനാ ഞാൻ അങ്ങനെ ചെയ്തത്. അത് ഞാൻ അഭിനയിച്ചതാ. എന്റെ കഥയുടെ ടൈറ്റിൽ പറയട്ടെ, മുത്തശ്ശൻ പറഞ്ഞ സത്യങ്ങൾ. എങ്ങനെയുണ്ട് ടൈറ്റില്? എന്റെ കഥ ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ അച്ഛന്റെ കാലശേഷം മുത്തശ്ശന്റെ കാലമാ. മുഴുവൻ കഥയും കേൾക്കാതെ അഭിപ്രായം പറയരുത്. 300 കോടി എങ്ങനെയെങ്കിലും അതൊന്ന്. ഞാൻ കഥ പറയാം. മുത്തശ്ശൻ മെഡിറ്റേഷൻ മൂഡിലേക്ക് വന്നാട്ടെ. ഓപ്പണിംഗ് സീനില് ദക്ഷിണേ, ഇവന്റെ എൻട്രി കുളവാക്കി. കഥ ആരോടും പറയണ്ട. ദക്ഷിണെ കഥ പറഞ്ഞ് കുപ്പിയിലാക്കാൻ നോക്കുക അല്ലേ? നടക്കൂല. നീ എവിടെ പോയിട്ട് വരിക? ചായ കുടിക്കാൻ പോയതാ. കള്ളം പറയരുത്. നീ ആ പെണ്ണിനോട് പോയി സോറി പറഞ്ഞില്ലേ?
ദക്ഷിണേ ആ പെണ്ണ് നിന്നോട് സോറി പറഞ്ഞിരിക്കുമല്ലോ. അതെങ്ങനെ മനസ്സിലായി? ഒന്നും സംസാരിക്കാനില്ലാതെ രണ്ടുപേരും കൂടി ചേർന്ന് സോറി സോറി എന്ന് പറഞ്ഞ് സമയം കളഞ്ഞിരിക്കുമല്ലോ. ദക്ഷിണേ, ദൈവമേ. അയ്യോ. എഴുന്നേക്ക്, 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 എഴുന്നേക്ക്. എന്നോടാണോ നിന്റെ അഭിനയം? ഞാനിത് ഒരുപാട് കണ്ടിട്ടും പഠിച്ചിട്ടുള്ളതാ. അതെ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കളി വേണ്ട. അല്ല, ഒരു 6 മാസത്തെ പഴക്കമുണ്ടോ നിങ്ങളുടെ ലവിന്? അല്ല ദക്ഷിണേ, ഒരു 3 വർഷമായിട്ട് നോക്കി രുചിക്കുക. എന്ത്? 3 വർഷമായി നോക്കുക മാത്രമേ ഉള്ളൂ? അയ്യേ, ഇരിക്ക്, ഇരിക്ക്. മുന്ത, നാളെ രാവിലെ നിന്റെ മുമ്പിൽ കൂടെ ആ പെണ്ണ് നടന്നു പോകുമ്പോ ലൈറ്റായിട്ടൊരു ചിരി അവക്കുണ്ടാവും. നോക്കിക്കോ. അങ്ങനെ ചെയ്യുമെന്ന യാ, നോക്കാം. വരുന്നുണ്ടാ? സോറി ഏട്ടാ. അവള് വരുന്നുണ്ടോ എന്ന്? ഇല്ല. മുകുന്ദ, ഞങ്ങള് പോട്ടോ. ബൈ. വരുന്നുണ്ട്. നോക്കുന്നുണ്ടാ? നോക്കുന്നുണ്ടോ എന്ന്? ഇല്ല. അവളെ തന്നെ സൂക്ഷിച്ചു നോക്ക്, നോട്ടം മാറ്റാതെ. കിഴങ്ങൻ. എന്താ ഉണ്ടായേ പറ. എനിക്കിപ്പോ രോമാഞ്ചം വരുന്നു. എന്താ നീ ആ രോമാഞ്ചമൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ ട്രീറ്റ് തരണം, അത്രയല്ലേ ഉള്ളൂ. പറ, എവിടെ പോണം? പറ. മുത്തച്ഛ, സ്മോൾ ഉള്ള സ്ഥലത്തേക്ക് പോവാം. ഒന്ന് മിണ്ടാതിരിക്കടാ മണ്ട, മരമണ്ട, ഫൂൾ. ഡാ, ആ പെണ്ണിനോട് സൺഡേ സിനിമയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കും. ചെല്. സിനിമയ്ക്ക് ഒരു ചാൻസും ഇല്ല. 3 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാ മുഖത്ത് നോക്കി ചിരിക്കുന്നത്. 3 വർഷമായി നോക്കാത്തവളെ നിന്നെ നോക്കി ചിരിക്കാൻ പറ്റവൻ ആരാ? ആരാടാ? ഈ മന്മഥ രാജാവാടാ. ഒരു മന്മഥ രാജാവ്. എടാ, എന്റെ ജീവിതത്തിലെ ഇങ്ങോട്ട് വന്നേ. പോട്ടാ, പിന്നെ കാണാം. ഇങ്ങോട്ട് മാറി നിൽക്കടാ കാറ്. പോ. ജീവിതത്തിൽ ചില കാര്യങ്ങള് പോടാപ്പാ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ മാറ്റിവെക്കണം. വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതേപോലെ പ്രേമം തോന്നുമ്പോൾ പ്രേമിക്കണം, അല്ലെങ്കിൽ ജീവിതം പോക്കാ. പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഡയലോഗിനൊരു റൈമിംഗ് ഇല്ല. എടാ, ഈ ദക്ഷിണാമൂർത്തിയുടെ കയ്യിൽ പല നമ്പറുകളും ഉണ്ട്, ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. എടാ, ഈ ലവിന്റെ രഹസ്യം വളരെ സിമ്പിളാ. ലവറോട് സംസാരിക്കാൻ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നവർ തോറ്റുപോകും, പെട്ടെന്ന് സംസാരിക്കുന്നവർ വിജയിക്കും. ഇപ്പൊ എന്താ, ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് പോയി സംസാരിക്കും. അത് തന്നെ. യാ, എന്നാ അത് ചെയ്തിട്ടുണ്ട് കാര്യം. ലുക്ക് മീ. ലവറോട് സംസാരിക്കാൻ പോകുന്നത് പോലെ പോടാ. ഇത് ബലാത്സംഗം ചെയ്യാൻ പോകുന്ന പോലെയല്ലേ പോകുന്നത്? കഷ്ടം തന്നെ. അതല്ല ദക്ഷിണ, ഈ വില്ലനായിട്ട് അഭിനയിച്ച അങ്ങനെ ആയിപ്പോയതാ. സമ്മതിച്ചടാ. ലൂസ് ദി ബോഡി, ലൂസ് ദി ബട്ടക്സ്. ചെല്ല്. എന്തായി കാണിക്കുന്നത്? ഇങ്ങനെ എന്നെ നോക്ക്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ചെയ്യും. ദാ പിടിക്ക. ഹായ്. ഹായ്. എങ്ങോട്ടാണ് വരുന്നത്? നിന്നെ നോക്കി തന്നെയാ വരുന്നത്. എന്നെ എന്തിനാ അവര് നോക്കുന്നത്? എനിക്കറിയില്ല. ഇങ്ങോട്ടാണോ വരുന്നത്? എന്താടി ഇപ്പൊ ചെയ്യുന്നത്? നമുക്ക് എപ്പോഴാ ക്ലാസ് തുടങ്ങുന്നത്? അവരടുത്ത് വന്നോ? നോക്കിക്കേ. എന്താ പറയാൻ ആർക്കറിയാം. ഹായ്. സൺഡേ മായാജാലത്തിൽ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. വരുന്നു? എന്തിന്? പടത്തിനോ? അതെ. എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് വരാൻ പറ്റില്ല? അടിച്ചു നോക്കിയില്ല, നിന്നോട് കള്ളം പറഞ്ഞില്ലേ? നോക്കിയോ ഇല്ലയോ? നോക്കിന്ന് പറയും. എന്നാ സിനിമയ്ക്ക് വിളിച്ചാ വരില്ല. എന്താ മോളെ, ഇവനെ കണ്ട വട്ടാണെന്ന് തോന്നുന്നു. ഏയ്, നീ വരും. വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പോക്കും. നിനക്ക് കിട്ടുവാടി. നീ വരും. വാ വാ, നീ വന്നിരിക്കും. എന്താ ദക്ഷിണ, ഇങ്ങനെയാണോ സംസാരിക്കണ്ടേ? ഇവളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചെങ്കിലേ കാര്യം നടക്കൂ. ഏയ്, നീ വരും.
ഇടയ്ക്ക് ലുക്കെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. വേണോടാ, നിനക്ക് അങ്ങനെ തന്നെ വേണം. അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോ നിന്റെ ബുദ്ധി അവിടെ പോയി. എന്റെ ബുദ്ധിയാണ് അങ്കിൾ. നിനക്കല്ല, വാടാ ഇങ്ങോട്ട്. കാണുന്നവര് വട്ടാന്ന് വിചാരിക്കും. സമയവും പോയി. സർ, ബാഹുബലിയുടെ ടിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ടല്ലോ. എത്രയാ സർ? 120 രൂപ. എന്തിനാ? 2 ടിക്കറ്റ് വേണം സർ. ഉഡ്ബിയം കൂട്ടി വന്നതാ, ടിക്കറ്റ് തീർന്നു പോയി സർ. വല്ല കോർണർ സീറ്റ് ആയാലും കുഴപ്പമില്ല സർ. സർ വേണമെങ്കിൽ 100 രൂപ എക്സ്ട്രാ തരാം സർ. ഞാനെന്താ ബ്ലാക്കിൽ വിൽക്കുന്നവനാ? ഇല്ല സർ. പിന്നെന്താ? സോറി സർ. ഞാൻ വുഡ്ബിക്ക് കാത്തു നിൽക്കുന്നു. ഓക്കെ സർ, ഓക്കെ സർ, ഓക്കെ സർ. സോറി സർ. ഓക്കെ സർ. കാലിയാക്ക് മോനെ. താങ്ക് യു. സന്തോഷായില്ലേ? ശരിയാ, ഇത് കേട്ട എന്നെ തല്ലണം. നമുക്ക് തിരക്കില്ലാത്ത സിനിമ തിരക്കില്ലാത്തടത്ത് കേറിയിട്ട് എന്റെ ദൈവമേ, നീ പോയി ചോദിക്ക. പടം തുടങ്ങാൻ പോവാ. സമയമായി. പടം തുടങ്ങിയിട്ടുണ്ടാവും. അവളിനി വരവൊന്നുമില്ല. സാർ, ഞാനും അതന്നെ സാർ പറയുന്നത്. സാർ സമയമായി സാർ. ഫസ്റ്റ് ടൈമാ സാർ, ഞങ്ങളെങ്കിലും പ്ലീസ്. ഏയ് വേണ്ട, പൊയ്ക്കോ. ദക്ഷിണ സർ, ടിക്കറ്റിന്റെ കാശോ? എൻജോയ്. താങ്ക് യു സർ. താങ്ക് യു ബ്രദർ. താങ്ക് യു സർ. എടി വൺസേ ലവ് ആയിരിക്കും, അതാ ആള് വരാത്ത. എന്താ നിങ്ങൾ മനസ്സ് വിചാരിച്ചിരിക്കുന്നത്? അവൾ വരില്ല. വരില്ലെന്നോ? പിന്നെന്തിനാ അവളെ സിനിമയ്ക്ക് വിളിച്ചത്? അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അവൾ ലവ് പ്രപ്പോസ് ചെയ്യില്ലല്ലോ. ഞാനെപ്പോഴാ ലവ് പ്രപ്പോസ് ചെയ്തത്? എടാ, ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലം, ഞങ്ങളുടെ കാലം. സിനിമയ്ക്ക് വരാമെന്ന് പറഞ്ഞ് സിഗ്നൽ നൽകുന്നത് ഈ കാലം. ഇതെല്ലാം ഓക്കെ, അവള് വന്നില്ലല്ലോ. അവളതിന് വന്നില്ലല്ലോ. എന്താ വരാത്തെ? എന്നോട് തന്നെ ചോദിക്ക്. വിളിച്ച ഉടനെ വരുന്നത് ഒരു ടൈപ്പ്, ഇനി വേറൊരു ടൈപ്പ് ഉണ്ട്. വിളിച്ച ഉടനെ വന്നാ അത് തെറ്റ്, വേറൊരു ടൈപ്പ്. ഇങ്ങനത്തെ പെൺകുട്ടികള് അയ്യോ പോകാമായിരുന്നല്ലോ, മിസ്സായല്ലോ എന്നും പറഞ്ഞ് നിന്നെ പറ്റി മാത്രം ചിന്തിച്ചോണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നാളെ നോക്കിക്കോ, ആ പെണ്ണ് നിന്നെ ക്രോസ് ചെയ്ത് പോകുമ്പോ നിന്നോട് സംസാരിക്കാൻ വരും. അങ്ങനെ ലവ് ടേക്ക് ഓഫ് ആവും, പിന്നെ ഫുൾ ചാർജ് ആവും. ദക്ഷിണ നമുക്ക് പോവാം. നീ പോയിക്കോ, ഞാൻ വരുന്നില്ല. ദക്ഷിണേ, എന്തു പറ്റി ദക്ഷിണേ? മനസ്സിന് സുഖം തോന്നുന്നില്ല. അമ്പലത്തിൽ വന്നിട്ട് സമാധാനം കിട്ടിയില്ലെങ്കിൽ ഒരു ബീറടിച്ചാ മതി. എന്താ ഉണ്ടായെന്ന് ചോദിക്കുന്നതിന് പകരം പോടി പെണ്ണേ, അതൊക്കെ പോട്ടെ. എന്താ പ്രശ്നം പറയ്. ഒന്നുമില്ലടാ. ദക്ഷിണേ, ഇവിടെ നോക്ക്. ഒന്നുമില്ലടാ മൂന്നാന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങിയല്ലോ. ഞാൻ ഇവിടുന്ന് പോവേ. നാളെ എന്റെ ഭാര്യ ലക്ഷ്മിയുടെ ആണ്ടാ. ഓ ശരി ശരി ശരി. ഈ ദിവസം ഞാൻ എപ്പോഴും ആശ്രമത്തിലായിരിക്കും. അവിടെയുള്ള കുട്ടികള് ഈ ദിവസം ഞാൻ ചെല്ലുമെന്ന് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാ എനിക്ക് പോകാൻ പറ്റില്ല. അതെന്താ? നാളെ ഞാൻ ആശ്രമത്തിൽ എത്തുമെന്ന് എൻ്റെ മകനറിയാം. അവനറിയാതെ ആശ്രമത്തിലെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഈ ഫൈറ്റർ മൂന്നൻ. ഇതൊക്കെ ഒരു മാറ്ററാണ്. നാളെ നമ്മൾ പോകും.